അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും നടുവേദനയൊക്കെ വരുന്നത് അത് നിങ്ങളെപ്പോലെ വെജിറ്റേറിയൻസ് എല്ലാം ഇങ്ങനെ ആണ് കേട്ടോ. കുറച്ച് പ്രായമാകുമ്പോൾ വളഞ്ഞു പോകും. അത് ആക്ച്വലി ഒരു കൾച്ചറൽ സെൻറ്റിമെൻറ്റ്സിനെ ടച്ച് ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ പറയും നിങ്ങൾ മലബാറുകാരല്ലേ, ധാരാളമായിട്ട് ബീഫൊക്കെ കഴിക്കാറുണ്ടല്ലോ, കൊളസ്ട്രോൾ കൂടിയില്ലെങ്കിൽ എന്താ. സോ അത്തരത്തിലുള്ള അൺഅക്സെപ്റ്റബിൾ കമ്മ്യൂണിക്കേഷൻസ് ഒഴിവാക്കണം. അവരുടെ റിലീജിയനെ ടച്ച് ചെയ്ത് ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങളോ അവരുടെ ഒരു പ്രദേശത്തിൻ്റെ കൾച്ചറൽ കാര്യങ്ങളെയോ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ താനെന്തടോ ഇങ്ങനെ, തനിക്ക് കുറച്ചുകൂടെ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തുകൂടെ, ആ ഒരു ശൈലിയൊക്കെ അവർ വളരെ മോശമായ ഒരു ഫീലിങ്സ് കൊടുക്കാനേ ഉപകരിക്കത്തുള്ളൂ. കാരണം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താ, നമ്മളുടെ ഡയറ്റ് പ്ലാൻ തന്നിരിക്കുന്നതനുസരിച്ച് ആഹാരം കഴിക്കണം എന്നത് അഡ്വൈസ് ചെയ്യാനാണ് നമ്മൾ പോയത്. അവിടെ അവരോട് ഡിസ്റെസ്പെക്റ്റോടു കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് റൈറ്റ് ഇല്ല. അത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഈ പരാതികൾ വാങ്ങിക്കൂട്ടാനായിട്ട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ഈ ഒരു പേഷ്യൻ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞതിൽ നമ്മൾ വ്യക്തമായി പഠിക്കുകയാണ് 8ാമത്തെ സ്റ്റാൻഡേർഡിൽ, ദ ഓർഗനൈസേഷൻ എൻഷുർ ദാറ്റ് ദെയർ ഈസ് നോ അൺഅക്സെപ്റ്റബിൾ കമ്മ്യൂണിക്കേഷൻ. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അബ്യൂസിങ് പേഷ്യൻസ്, ഹർട്ടിങ് ദ റിലീജിയൻ, cultural sentiments if you are touching there, or communication with respect. So ഈ ഡിസ്റെസ്പെക്റ്റ് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള റോങ് കമൻസ് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ മാസാമാസം ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും മെനക്കെട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇനി ശമ്പളം ഒന്നും തരാനായിട്ട് ആശുപത്രിയിൽ പൈസ ഇല്ല എങ്കിൽ നമ്മൾ വേറെ പണി തിരക്കിപ്പോവും. നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായി നമുക്ക് 1-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതിക്കകം ശമ്പളം തരണമെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് കൊടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ പണം ഒരു വഴക്കം ഉണ്ടാക്കാതെ അടയ്ക്കാനും നാളെ വേറൊരാളിനെ അസുഖം വരുമ്പോൾ നമ്മുടെ അടുത്ത് പോയാൽ വളരെ നല്ല അന്തരീക്ഷമാണെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വിടാനും കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ നമ്മുടെ നാവിൻ തുമ്പിൽ സരസ്വതി ഉണ്ടാവണം. അങ്ങനെ സരസ്വതി കടാക്ഷമുള്ള നാവിൻ തുമ്പ് ഉണ്ടാകണമെന്നാണ് ഒബ്ജക്റ്റീവ് എലമെന്റ് PRE 8D says that അവിടെ സരസ്വതി കടാക്ഷം ഉണ്ടാകണം. ദ ഓർഗനൈസേഷൻ എൻഷുർ ദാറ്റ് ദെയർ ഈസ് നോ അൺഅക്സെപ്റ്റബിൾ കമ്മ്യൂണിക്കേഷൻ.